സോള് വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. നേരത്തെ സോള് എക്ലിപ്സിന്റെ ഫാനൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ വീട്ടിൽ നോക്കുമ്പോഴത്തേക്കും എക്ലിപ്സിന്റേതായിട്ടുള്ള ഒരു വസ്തുക്കളും വീട്ടിൽ ഉണ്ടായിരുന്ന പോലുമില്ല. അവളും വാച്ചൊക്കെ തപ്പി നോക്കുന്നുണ്ടെങ്കിലും വാച്ച് പോലും തന്റെ കയ്യിൽ ഇല്ല എന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കുന്നു. അല്ലെങ്കിലും ഇനി തിരിച്ചു പോകേണ്ട കാര്യമൊന്നും തനിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ വാച്ചിന്റെ ആവശ്യവും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവളും ഒന്ന് കിടന്നുറങ്ങുന്നു. ഈ ഒരു സമയത്ത് അവളും എന്തൊക്കെയോ സ്വപ്നമൊക്കെ കാണുന്നുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണെങ്കിലും അവൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ കണ്ണു തുറക്കുന്ന അവളും അവളുടെ മുത്തശ്ശിനെയൊക്കെ കാണുകയാണ്. ടൈം ട്രാവൽ ചെയ്ത സമയത്തുള്ള മുത്തശ്ശിയല്ലല്ലോ ഇപ്പോഴുള്ളത്. ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണല്ലോ. എങ്കിൽ പോലും മുത്തശ്ശിനെ വീണ്ടും കണ്ടതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പല ടൈപ്പുള്ള ചെരുപ്പുകളൊക്കെ അവളും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു ചെരുപ്പും സോൾ ഇടുന്നു. അങ്ങനെ സോള് പോകാനായിട്ട് തുടങ്ങുമ്പോഴാകട്ടെ ഈ കാലുകൾ ശപിക്കപ്പെട്ടതാണെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു. നീ ഇപ്പോൾ നടക്കുകയാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴാകട്ടെ മുത്തശ്ശിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും എനിക്ക് നടക്കുവാൻ സാധിക്കാതിരുന്നതും ഞാൻ വീൽ ചെയറിൽ ഇരുന്നതും ഒക്കെ തന്നെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. മുത്തശ്ശിയും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ നീ ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ എന്റെ കൂടെ ഇരുന്ന് കളിച്ചാൽ മതി എന്നൊക്കെ അവളോടും പറയുന്നു. മുത്തശ്ശിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഓർമ്മകളൊക്കെ ഉള്ളതാണോ, അതോ മുത്തശ്ശി സാധാരണ മിണ്ടുന്ന പോലെ തന്നെ മിണ്ടുന്നതാണോ എന്ന സംശയത്തിലൊക്കെ സോളും നിൽക്കുന്നു. അമ്മ എന്നെ ഒരാൾ തട്ടിക്കൊണ്ടു പോകാനായിട്ടൊക്കെ നോക്കിയിട്ടില്ലായിരുന്നോ, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ സോളം ഇപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്. അയാൾക്ക് എന്ത് സംഭവിക്കാനാണ്, അയാളെ ജയിലിലൊക്കെ ആക്കി. 14 വർഷം മുമ്പ് നടന്നൊരു സംഭവമല്ലേ ഇത്, ഇപ്പോഴും നീ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ അമ്മയും അവളോട് ചോദിക്കുന്നു. പക്ഷെ 15 വർഷം അല്ലായിരുന്നു എന്നൊക്കെ അവളും ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ സോൾ ഉദ്ദേശിച്ച കാര്യമായിരുന്നില്ല അമ്മ ഉദ്ദേശിച്ചത്. സോൾ സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് നടന്ന കാര്യമായിരുന്നു അമ്മ ഉദ്ദേശിച്ചത്. പക്ഷെ സോൾ വിചാരിച്ച സോളിനെ വണ്ടിയൊക്കെ ഇടിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളാകട്ടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ അപ്പോഴും തന്നെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ സോളിനത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. സോൾ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അമ്മയും സോളിന് കാറിന്റെ കീ ഒക്കെ കൊടുക്കുന്നു. സോളും ഒരുപാട് സന്തോഷത്തില് വണ്ടിയിലൊക്കെ കയറിയിരുന്ന് വണ്ടി ഓടിക്കുവാൻ തനിക്ക് സാധിക്കുമോ എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്തായാലും അങ്ങ് ഓടിച്ചു തുടങ്ങിയേക്കാമെന്നൊക്കെ വിചാരിച്ച് അവളും കാറുമായിട്ട് പോകുന്നു. ഓഫീസിലെത്തുന്ന അവളും നേരത്തെ വീൽ ചെയർ കാരണം കയറുവാൻ സാധിക്കാത്ത നടകളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ കയറി മുന്നോട്ടൊക്കെ പോവുകയാണ്. അവളും അവിടെ ഇരുന്നൊരു സെൽഫിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ബോസ് അവളെ വിളിപ്പിക്കുന്നു. പോലീസൊക്കെ അവളെ പിടിച്ചോണ്ട് പോയ കാര്യമൊക്കെ ബോസും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോസും അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പോലീസിനൊരു തെറ്റിദ്ധാരണയൊക്കെ സംഭവിച്ച് എന്നെ പിടിച്ചോണ്ട് പോയതായിരുന്നു എന്നൊക്കെ അവളും ബോസിനോട് പറയുന്നു. സഞ്ജയും സിനിമയിൽ അഭിനയിക്കുകയില്ല എന്നൊക്കെ വാശി പിടിച്ച് നിൽക്കുകയാണ്. നീയും സഞ്ജയനെ ചെന്ന് കണ്ട് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ബോസും അവളോട് പറയുന്നത്. സോളും സഞ്ജയനെ കാത്തൊക്കെ ഇരിക്കുകയാണ്. സഞ്ജയും സോളിന്റെ അടുത്തേക്കൊക്കെ ആയിട്ട് വരുന്നു. അവനും നീ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിനക്കെന്നെ ഓർമ്മയില്ല എന്നൊക്കെ സോളും മറുപടിയൊക്കെ പറയുകയാണ്. അവളും അവിടെ നിന്ന് കരഞ്ഞു കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ഇതെല്ലാം തന്നെ തന്റെ ഒരു തോന്നലാണെന്നുള്ള കാര്യമൊക്കെ അവൾക്കും മനസ്സിലാകുന്നത്. ഇപ്പോൾ ബോസ് മാത്രമായിരുന്നു അവളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുമുണ്ടായിരുന്നത്. പെട്ടെന്ന് കരച്ചിലൊക്കെ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ സോളും വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സോളിനും ഒരു കോൾ വരുന്നു. അതും ഹ്യുൻജുന്റെ അടുത്തു നിന്നുള്ള കോളാണ് വരുന്നത്. ഹ്യുൻജു പ്രഗ്നന്റ് ആണ്. അവളും സോളിനോട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുവാനായിട്ടും പറയുന്നു. കുഞ്ഞു വരാറായെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഹ്യുൻജുവും ബഹളം വെച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജയുമായിട്ടുള്ള മീറ്റിങ്ങിനേക്കാളും വലുതാണല്ലോ ഇത്, അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് ഒന്നും കൂടണ്ടെന്ന് വിചാരിച്ച് അവളും ഇപ്പോൾ വെളിയിലേക്കൊക്കെ ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് സഞ്ജയും വെളിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവനും ഷൂസിന്റെ ലേസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളും ഒരാൾക്കിട്ട് എന്ന് ഇടിക്കാതെ ഇരിക്കുവാനായിട്ടൊക്കെ മാറിക്കൊടുക്കുന്നു. പക്ഷെ അവള് മാറി മാറി കൊടുത്തു വരുമ്പോഴത്തേക്കും അറിയാതെ അവിടെ നിന്ന് സഞ്ജയ്ക്കിട്ടൊക്കെ ഇടിക്കുകയാണ്. അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്കൊക്കെ പോയി വീഴുന്നു. മാനേജറും നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോളിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. സോളിനെ കണ്ട് കഴിയുമ്പോൾ തന്നെ മാനേജറും അവളെ തിരിച്ചറിയുന്നു. പക്ഷെ അവളും അയാളെ മനസ്സിലാക്കാതെ അയാൾക്ക് തന്റെ ബിസിനസ് കാർഡൊക്കെ കൊടുത്തതിന് ശേഷം ഏതൊരു കോമ്പൻസേഷനും തന്നെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓടി പോവുകയാണ്. ഇത് മറ്റേ ഫിലിമിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കറില്ലേ അവളാണ് എന്നൊക്കെ മാനേജറും സഞ്ജയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അവനും അവളെ വിളിച്ചതിന് ശേഷം ഞാൻ ഇന്നിട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സിന്റെയും കോമ്പൻസേഷനൊക്കെ അവളോട് അടയ്ക്കുവാനായിട്ട് പറയണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനും പോയിട്ടുണ്ടായിരുന്നു. കുറെ ഫാൻസ് അവനെ കാണുവാൻ ഹോട്ട് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്റെ ഫോട്ടോസും എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിനകത്തുണ്ടായിരുന്ന ഹ്യുൻജുവും സോളിന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചതിന് ശേഷം എത്രയും വേഗം നിന്റെ ചേട്ടനോട് ഇവിടെ വരുവാനായിട്ട് പറ എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിനകത്തേക്ക് സോളിന്റെ ചേട്ടൻ കൂടി എത്തുന്നു. അപ്പോഴായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യമൊക്കെ സോളും മനസ്സിലാക്കുന്നത്. സോളാകട്ടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കറക്കിയെടുക്കാനായിട്ട് നിനക്ക് നാണമില്ലേടെന്നൊക്കെ ചോദിച്ച് അവനോടും തല്ലുകൂടുന്നൊക്കെ ഉണ്ട്. ഒന്നാമതെ ഷോക്കിലൊക്കെ ഇരിക്കുന്ന അവളാകട്ടെ മറ്റൊരു കുട്ടീനെയും കൂടി കാണുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഞെട്ടുന്നു. ഇപ്പോൾ ആകട്ടെ ഹിൻചുവിന് രണ്ടാമത്തെ കുട്ടിയൊക്കെ ജനിക്കുവാനായിട്ട് പോവുകയാണ്.
മീറ്റിംഗിൽ സഞ്ജയ് എത്തിയിട്ടില്ലായിരുന്നുവെന്നും നമ്മളായിട്ട് ഇനി ഒരു കാര്യങ്ങളും നോക്കണ്ട, എല്ലാ കാര്യങ്ങളും സിഒ നോക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ചോയും അവളെ വിളിച്ച് അറിയിക്കുകയാണ്. എന്തായാലും ഇനി സഞ്ജയനെ കണ്ടുമുട്ടേണ്ട ആവശ്യമൊന്നും തനിക്ക് വരികയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സോൾ ഇരിക്കുന്ന സമയത്ത് സോളിനും കുറെ അധികം മെസ്സേജസ് ഒക്കെ വരുന്നു. അവൾ എടുത്ത് നോക്കുമ്പോഴാകട്ടെ സഞ്ജയ് അന്നിട്ടിട്ടുണ്ടായിരുന്ന അണ്ടർവെയർ സഹിതമുള്ള എല്ലാ ഡ്രസ്സിന്റെയും ലിസ്റ്റ് ഒക്കെ ഇപ്പോൾ അവൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തന്നെ ഒരുപാട് തുകയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അവളും വിചാരിക്കുന്നു. പക്ഷെ ഒന്നും കൂടി ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു പൂജ്യത്തിന്റെ എണ്ണമൊക്കെ വളരെയധികം കൂടിപ്പോയെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നത്. അവളും ഇപ്പോൾ മാനേജറിനെ കോൾ ചെയ്തൊക്കെ നോക്കുകയാണ്. സഞ്ജയും ആ ഒരു കോൾ എടുക്കുന്നില്ലെങ്കിലും പിന്നീട് അയച്ച അവളുടെ മെസ്സേജസ് എല്ലാം തന്നെ സഞ്ജയും കാണുന്നു. അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഡ്രസ്സസ് അല്ല അവൻ ഇട്ടിട്ടുണ്ടായിരുന്നതെന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഒറിജിനൽ ഡ്രസ്സിന്റെ പണമൊക്കെ മേടിക്കുന്നതായിരിക്കുമെന്ന രീതിയിലൊക്കെയാണ് സോളും അവന് മെസ്സേജ് ഒക്കെ അയക്കുന്നത്. ആ ഡ്രസ്സൊക്കെ ഒറിജിനൽ ആണോ എന്നൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ മെസ്സേജസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത അവനും വേഗം തന്നെ അവൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സിന്റെ ഒക്കെ ഫോട്ടോയും എടുക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു മാനേജറും കാറിലേക്കൊക്കെ കയറി വന്നത്. എന്തായാലും ഈ ഒരു കേസൊക്കെ വിട്ട് കളഞ്ഞേക്കാം എന്നൊക്കെ അവനും വിചാരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും സഞ്ജയ് വെള്ളത്തിൽ വീണതിന്റെ ഒരു ആർട്ടിക്കിൾ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും സഞ്ജയ്ക്കും ആകെ ദേഷ്യം വന്നിട്ട് കോമ്പൻസേഷൻ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് സഞ്ജയും പറയുന്നത്. പക്ഷെ സോളിനും മറുപടി ഒന്നും വരാതെ ഇരിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അവൻ തന്നെ പറ്റിക്കുവാനായിട്ട് നോക്കിയതാണെന്നും താൻ ഭയങ്കര ബുദ്ധിശാലിയൊക്കെ ആയതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടാതിരുന്ന് അയാളും സ്ഥലം വിട്ടു എന്നുമൊക്കെയാണ് വിചാരിക്കുന്നതും. സോളും ചേട്ടനും കൂടി ഇപ്പോൾ ഉണ്ടായ കുഞ്ഞിനെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അതുവഴി ഒരു വീൽ ചെയർ ഒക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും സോളിന്റെ ശ്രദ്ധയും അതിലേക്കൊക്കെ പതിക്കുന്നു. ചേട്ടനും അതൊക്കെ നോക്കുമ്പോഴാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡായിരുന്നു ചേട്ടന്റെ ശ്രദ്ധയിൽ പെട്ടത്. സഞ്ജയും ഒരുപാട് തുകയൊക്കെ ഹോസ്പിറ്റലിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിന്റെ ഒരു ബോർഡൊക്കെ ആയിരുന്നു അത്. ഞാൻ അവന്റെ അടുത്ത് കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ പെരുമാറൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്റെ മക്കൾക്ക് സഞ്ജയനെ അങ്കിൾ എന്നൊക്കെ വിളിക്കാമായിരുന്നു എന്നാണ് അവനും പറയുന്നത്. നീയും ആ സംഭവത്തിന് ശേഷം പിന്നെ സഞ്ജയനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോഴാകട്ടെ സോളും ഇതിനു മുമ്പ് അവനെ ഇഷ്ടമില്ല എന്നൊക്കെ അവനോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർക്കുന്ന അവളും എങ്ങനെയാണ് ഇനി അവന്റെ മുഖത്തൊക്കെ നോക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സഞ്ജയുടെ കയ്യിൽ ഒരുപാട് വാച്ചിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ അകത്തു നിന്നും ഒരു വാച്ചൊക്കെ ഇപ്പോൾ സഞ്ജയ് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു വാച്ചിന് എന്താണ് പ്രത്യേകത എന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ അവളും 2023 തുറന്നു നോക്കാമെന്ന് പറഞ്ഞ ഒരു ടൈം ക്യാപ്സ്യൂളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാകുവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. സഞ്ജയ് ജീവിച്ചിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും പക്ഷേ ഇപ്പോഴും സഞ്ജയനെ മിസ് ചെയ്യുന്നുണ്ടെന്നുമുള്ള കാര്യമൊക്കെ സോളും സഞ്ജയുടെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും പറയുകയാണ്. സോളിന്റെ ഫോട്ടോ ഒക്കെ സഞ്ജയും നോക്കി നിൽക്കുന്നു. സോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആകട്ടെ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണെന്നുള്ള ഒരു വാർത്തയൊക്കെ കേൾക്കുന്നുമുണ്ട്. സോളിനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിപ്പിച്ചിരിക്കുകയാണ്. സഞ്ജയ് താമസിക്കുന്നിടത്തു നിന്നും സഞ്ജയുടെ അടുത്തു നിന്നും 100 മീറ്റർ അകലം പാലിച്ച് വേണം നിൽക്കുവാനെന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ സോളിന് കൊടുത്തിരിക്കുന്ന ഒരു എഗ്രിമെന്റിലൊക്കെ എഴുതിയിട്ടുള്ളത്. ഞാനൊരു സ്റ്റോക്കർ ഒന്നും അല്ല എന്നൊക്കെ സോള് പറയുന്ന സമയത്താകട്ടെ സ്റ്റോക്കർ അല്ല എങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണമായിരുന്നു, അതല്ലാതെ അവനെ നീ എന്തിനാണ് വെള്ളത്തിലൊക്കെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പോലീസ് ചോദിക്കുന്ന സമയത്താണ് ആ വെള്ളത്തിൽ വീണ ആള് സഞ്ജയ് ആണെന്നുള്ള കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. സഞ്ജയ് ഒന്നാമത് കോൺസേർട്ടിന്റെ ഒക്കെ തിരക്കിലാണ്, പിന്നെയും നീ എന്തിനാണ് അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്നൊക്കെ പോലീസ് ചോദിക്കുന്ന സമയത്താണ് കോൺസേർട്ട് കഴിഞ്ഞിട്ടില്ല എന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് നടക്കാനിരുന്ന കോൺസേർട്ടൊക്കെ കുറച്ചു നാളത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു. കോൺസേർട്ട് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്താകട്ടെ എനിക്ക് സഞ്ജയനെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിൽ ടിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റാഫും അവളെ അകത്തേക്കൊന്നും കടത്തി വിടുന്നില്ല. ഇപ്പോൾ സോൾ മാനേജറിനെ വിളിച്ചതിന് ശേഷം ഞാൻ സഞ്ജയുടെ പഴയൊരു ഫ്രണ്ട് കൂടിയാണ്, അതുകൊണ്ട് തന്നെ 100 മീറ്റർ അകലത്തിൽ നിന്നാൽ പോലും ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ മാനേജറിന്റെ അടുത്തും സോൾ ചോദിക്കുന്നുണ്ട്. മാനേജറും ഈ ഒരു കാര്യങ്ങളൊക്കെ സഞ്ജയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും സഞ്ജയ് സമ്മതിക്കുന്നില്ല. മാനേജറും ആ ഒരു വിവരമൊക്കെ പറയുവാനായിട്ട് സോളിനെ ചെന്ന് കണ്ട് കഴിയുമ്പോഴത്തേക്കും സോളും കുറെ അധികം ഫ്ലവേഴ്സും അതിന്റെ കൂടെ അവളുടെ വിസിറ്റിംഗ് കാർഡും കൂടി അവനും നൽകുന്നു. എന്റെ പേര് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ സഞ്ജയ്ക്കിനെ മനസ്സിലാകുമെന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാനേജറും സഞ്ജയുടെ റൂമിൽ അതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. സോളും കോൺസെർട്ട് നടക്കുന്നതിന്റെ വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും സഞ്ജയ് ഇപ്പോൾ ആദ്യമായിട്ട് തന്റെ ആദ്യ പ്രണയത്തിന് വേണ്ടി പാടിയിട്ടുണ്ടായിരുന്ന പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും അവൾക്കും വല്ലാതെ ഫീൽ ആവുകയാണ്. നല്ല ചൂടായിരിക്കും ഉണ്ടാകുവാനായിട്ട് പോവുക എന്നൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് മഞ്ഞൊക്കെ വീഴുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കൊരു പേടിയൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരാളും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടി നിലത്തേക്കൊക്കെ ഇട്ട് ആ ഒരു ഫോണിനും പൊട്ടലൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും അവൾ മൊത്തത്തിൽ താൻ വിചാരിക്കുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കാര്യങ്ങൾ ആവർത്തിക്കരുതേ എന്നൊക്കെ അവളുടെ മനസ്സിലും ഓർക്കുന്നു. സഞ്ജയ് ഇരിക്കുന്നതിന്റെ അടുത്തായിട്ടായിരുന്നു സോള് കൊണ്ടുവന്ന ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നതും. അവനും അതൊക്കെ കാണുന്നു. അങ്ങനെ ഇരിക്കെ സഞ്ജയ് വരരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സഞ്ജയനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്ന അതേ സ്ഥലത്ത് ഇപ്പോൾ സോള് നിൽക്കുകയാണ്.
സോളിന് പെട്ടെന്നൊരു കോളൊക്കെ വരുന്നു. അവളും ഫോൺ എടുക്കുന്ന സമയത്താകട്ടെ തൊട്ടടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന സഞ്ജയ് ഇത് ഞാനാണെന്നൊക്കെ പറയുന്നു. അവളും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പിറകിൽ നിൽക്കുന്ന സഞ്ജയിനെ അവൾ കാണുകയാണ്. അവളും അവന്റെ അടുത്ത് ചെന്നതിന് ശേഷം കൂടെയൊക്കെ അവന്റെ നേർക്കായിട്ട് നീട്ടുന്നു. നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ സഞ്ജയ് ചോദിക്കുന്ന സമയത്താകട്ടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അവളും മറുപടി കൊടുക്കുകയാണ്. പക്ഷെ ഞാനിവിടെ എത്തുമെന്ന കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും നീ വരുമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ സോൾ പറയുന്നുണ്ടെങ്കിലും സോളിന്റെ മനസ്സിലാകട്ടെ നീ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചുവെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്ന ഒരു ആഗ്രഹമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ഒന്ന് ടീ ഒക്കെ കുടിച്ചാലോ എന്നൊക്കെ സഞ്ജു ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടേക്ക് മാനേജറും എത്തുന്നു. ഇന്ന് രാത്രി ഒരു പാർട്ടിയൊക്കെ നടക്കുവാനായിട്ടുണ്ട്. സഞ്ജയും എന്തുകൊണ്ടാണ് എത്താത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും കോൾ ചെയ്യുകയാണ്. നമുക്ക് എത്രയും വേഗം അവിടേക്കൊക്കെ പോകാമെന്ന് മാനേജർ പറയുമ്പോഴാകട്ടെ സഞ്ജയ് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സോളും അവനെ തടയുന്നു. നീ ഒരിടത്തേക്ക് പോകണ്ട, ഇന്നത്തെ രാത്രി നമുക്ക് ഒന്നിച്ച് ചിലവഴിക്കാമെന്നൊക്കെ ആയിരുന്നു സോളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.